എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി നോക്കാം. സാധാരണ ഗോതമ്പ് ദോശയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിതിൽ കുറച്ച് ചേരുവകൾ കൂടി ചേർത്തിട്ട് ഇത് സ്പെഷ്യലാക്കിയാണ് എടുക്കുന്നത്. ഇത് കൊച്ചുകുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലുള്ള ഒരു ദോശയാണ്. അതുപോലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു കളറിനും ഒരു ഭംഗിക്കും വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്ന മുളകിൻ്റെ ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പം വറ്റൽ മുളകിൻ്റെ പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് ഇപ്പം നിങ്ങൾ മിക്സ് ചെയ്യരുത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഒരു ദോശ നല്ല സോഫ്റ്റ് ആക്കാനും ടേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന അളവിലുള്ള ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് 6 വലിയ ദോശയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അളവനുസരിച്ചിട്ട് മുട്ടയുടെയും മാവിൻ്റെയും അളവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കൈവച്ചിട്ട് ഇളക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാകും. അപ്പോൾ കട്ടകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക. അപ്പോൾ ഈ കട്ടകളെല്ലാം മാറി നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ദോശ മാവിലേക്ക് ഇനി കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ ഉള്ളി, അതുപോലെ ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത്. ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, തൊലി കളഞ്ഞതിന് ശേഷം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇന്നതൊന്നും ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാപ്സിക്കവും പൊടിയായിട്ട് അരിഞ്ഞ ഉള്ളിയും അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. നമ്മൾ പച്ചക്കറികളൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് ദോശ ഇതെങ്ങനെ ആക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു തവിക്ക് 2 തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം കുറച്ച് വലിയ ദോശകളായിട്ടാണ് തയ്യാറാക്കുന്നത്. വലിയതായിട്ടുള്ള 6 ദോശയാണ് ഈ ഒരു അളവിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പരത്തി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പുറത്ത് കുറച്ച് വെളിച്ചെണ്ണയോ ഏത് ഓയിലാണെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ ഒരു ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് കുക്കായതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ദോശ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്ന് തന്നെ ഇല്ല. നമ്മൾ ഇതിൽ തന്നെ പച്ചക്കറിയും അതുപോലെ തന്നെ സ്പൈസിന് വേണ്ട സാധനങ്ങളും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജീരകം അതുപോലെ തന്നെ അയമോദകം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത ദോശയിൽ നമ്മൾ കുറച്ച് ചീസും കൂടി ഇട്ടിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ചീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാകും. അപ്പോൾ ദോശ 2 സൈഡും വേവിച്ചതിന് ശേഷം ആണ് നമ്മൾ ചീസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അത് മറിച്ചിടരുത്. ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും ചീസ് നന്നായിട്ട് ഉരുക്കി വരും. അപ്പോൾ ചീസി ദോശയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് ട്രയാങ്കിൾ ഷേപ്പിലാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാകും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
ദോശയുടെ റെസിപ്പിയാണ്, പക്ഷേ സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ എന്നും ഒരേപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്